എനിക്ക് ജേർണൽ എഴുതാനായിട്ട് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് എഴുതാറില്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും സന്തോഷം അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ്, എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയ ദിവസങ്ങൾ, അതൊക്കെയാണ് ഞാൻ സ്പെഷ്യലായിട്ട് എഴുതി വെച്ചിരുന്നത്. ഇന്നലെ മുതൽ എനിക്ക് തോന്നി റെഗുലറായിട്ടൊന്ന് എഴുതി നോക്കണം, ഡെയിലി എഴുതണം. അപ്പോൾ ഇന്നലെ ഞാൻ എഴുതിയതൊന്ന് എനിക്കിതെന്തോ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇന്നലെ, അതായത് 24 ഓഗസ്റ്റ് 2024 രാത്രി 9 മണിക്കാണ് കേട്ടോ ഞാൻ എൻ്റെ ജേർണൽ എഴുതുന്നത്. അതൊരു ദിവസം കഴിഞ്ഞിട്ട് ആ ദിവസത്തെ ഫുള്ള് കാര്യങ്ങൾ, അങ്ങനെ ഞാൻ എപ്പോഴും എഴുതാറില്ല, ഇനി ഇങ്ങോട്ട് ഞാൻ അങ്ങനെ എഴുതില്ല. പക്ഷേ ഇന്നലെ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളുമൊക്കെ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഈ മന്ത് എനിക്ക് ഡേ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഡ്യൂട്ടി ഉള്ളപ്പോൾ 7 AM ഉണരുന്നത് കൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഓഫാണെങ്കിൽ പോലും ഞാൻ 7 മണിക്ക് ഉണരാറുണ്ട്. ഇന്ന് ഞാൻ കൃത്യം 7 മണിക്ക് കണ്ണു തുറന്നു. റൈറ്റ് സൈഡിൽ ഒരു സ്റ്റൂൾ കിടപ്പുണ്ട് ബെഡിൻ്റെ അടുത്ത്, അതിൻ്റെ പുറത്തിരിക്കുന്ന ഫോൺ എടുത്ത്, അവിടെയാണ് ഞാൻ ഫോൺ കീപ്പ് ചെയ്യാറ് കേട്ടോ. ഫോൺ എടുത്ത് ടൈം നോക്കിയപ്പോൾ 7 AM. എൻ്റെ ബ്ലാഡർ ഫുള്ളായതുകൊണ്ട് തന്നെ ബെഡിൽ നിന്ന് എണീറ്റ് ഞാൻ വാഷ്റൂം പോയി വന്നു. താഴത്തെ നിലയിൽ, ഞങ്ങൾ മുകളിലാണ് കിടക്കാറുള്ളത്, അപ്സ്റ്റെയറിൽ റൂമിലാണ് കിടക്കാറുള്ളത്. അപ്പോൾ ഞാൻ താഴത്തെ നിലയിൽ റൂമിൽ വന്ന് എൻ്റെ തൈറോക്സിൻ, എനിക്ക് തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞതാണ് കേട്ടോ, പ്ലാന്റ് മുഴുവനായിട്ട് എടുത്ത് കളഞ്ഞതാണ്. അപ്പം അതിൻ്റെ 88 mcg ടാബ്ലറ്റ് ഞാൻ എടുത്ത് കഴിച്ചു. ലാസ്റ്റ് ടൈം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും 100 mcg കണ്ടിന്യൂ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞതെങ്കിലും എൻ്റെ കയ്യിൽ 100 mcg സ്റ്റോക്ക് റണ്ണൗട്ടാണ്. ഇപ്പോൾ പ്രഗ്നൻസിക്ക് മുമ്പ് സിയേനെ ഞാൻ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് മുമ്പ് കഴിച്ചുകൊണ്ടിരുന്നത് 88 mcg ആയിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഓവറാണ് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത്. 3 months കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ 100 mcg വാങ്ങി കഴിക്കാമെന്ന് വെച്ചു. ശരിക്കും ഡോക്ടർ ലാസ്റ്റ് ടൈം സെൻഡ് ചെയ്ത പ്രിസ്ക്രിപ്ഷൻ എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഫാർമസിയിൽ ഉണ്ടായിട്ടും വാങ്ങാൻ പോകാനുള്ള മടി കൊണ്ടും പിന്നെ 88 mcg ആണോ ഇപ്പോൾ എൻ്റെ ബോഡിക്ക് ആവശ്യമുള്ളത് എന്നറിയാനും കൂടിയിട്ടുള്ളൊരു ആകാംക്ഷയാണ് ഈ ഡോസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാനുള്ള റീസൺ കേട്ടോ. എന്തായാലും ടാബ്ലറ്റ് കഴിച്ചു തിരിച്ചു വന്ന് ബെഡിൽ കിടക്കുമ്പോൾ 2 മനസ്സുണ്ടായിരുന്നു. എന്തായാലും നേരത്തെ ഉണർന്നതല്ലേ, ഫ്രഷായിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് തുടങ്ങിയാലോ, ഒരു ബുക്ക് വായിച്ചാലോ. പുതിയ ബുക്ക് ഗേൾ ക്രഷ് വാങ്ങി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതല്ലാണ്ട് ഇതുവരെ അത് വായിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് ചേട്ടായുടെ ഫോണെല്ലാം റിങ് ചെയ്തത് കേട്ടോ. ചേട്ടായി വേഗം അത് ഓഫ് ചെയ്ത് എണീറ്റ് താഴേക്ക് പോയി. ചേട്ടാന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡാണ്. താഴേക്ക് പോയി, ഞങ്ങൾ അപ്സ്റ്റെയറിലെ ബെഡ്റൂമിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ചേട്ടായുടെ ഒപ്പം എണീറ്റ് പോയി ചേട്ടായി ഉണ്ടാക്കുന്ന ഒരു ചായ കുടിക്കാമെന്ന്. പിന്നെ വിചാരിച്ചു ചേട്ടായി ഉണർന്ന ഉടൻ ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആകാറാണ് പതിവ്, അപ്പോൾ അത് കഴിയുമ്പോഴേക്ക് എഴുന്നേറ്റ് ചെല്ലാമെന്ന്. പക്ഷെ പിന്നീട് ഞാൻ മടിച്ച് ബെഡിൽ തന്നെ കിടന്ന് വീണ്ടും ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് അക്കുവും സിയെ ഉണർന്നു. അത് അക്കുവിൻ്റെ മൂത്ത മോനും സിയെ എൻ്റെ ഇളയ ബേബിയാണ് കേട്ടോ. രണ്ടുപേരും ഉണർന്ന് താഴെ പോയി. ഞാൻ ടൈം നോക്കിയില്ല, അപ്പോൾ എന്തായാലും ചേട്ടായുടെ സൗണ്ട് താഴെ നിന്ന് എനിക്ക് കേൾക്കായിരുന്നു. ചേട്ടായി ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പോവാണ്. അക്കുവിന് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിട്ട് ചേട്ടായി ബൈ പറഞ്ഞ് പോകുന്ന സൗണ്ട് എനിക്ക് ബെഡിൽ കിടന്നുകൊണ്ട് കേൾക്കായിരുന്നു. ഞാൻ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ എല്ലാം മാറി മാറി സ്ക്രോൾ ചെയ്തു. 10:30 കഴിയും വരെ ബെഡിൽ തന്നെ ഫോൺ നോക്കി കിടന്നു. പിന്നീട് എണീറ്റ് താഴെ വന്ന് എന്നെ കണ്ടപ്പോഴേക്ക് സിയ ബേബിക്ക് ഭയങ്കര സന്തോഷം. കുറച്ച് നേരം ഞാൻ അവളെ എടുത്ത് ഒന്ന് കൊഞ്ചിച്ച് അവൾക്കുള്ള ബേബി ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ബ്രഷ് ചെയ്ത് ചേട്ടായി ചെയ്തു വെച്ച 2 ബോയിൽഡ് എഗ്ഗും 1 കപ്പ് ചായയും കുടിച്ചു. ഇത് എന്നും ഞാൻ ഉണരുമ്പോൾ ചേട്ടായി ചെയ്ത് വെക്കാറുള്ളതാണ് കേട്ടോ. എനിക്ക് 2 എഗ്ഗ്, അക്കുവിന് 2 എഗ്ഗ്, ഇത് ബോയിൽ ചെയ്ത് വെക്കാറുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഞാൻ ചായ കുടിക്കാറ്. ഡ്യൂട്ടിക്ക് പോകുമ്പം മോർണിംഗ് ടു ഈവനിങ്, രാവിലെ 8 to ഈവനിങ് 8:15 വരെ എനിക്ക് ഡ്യൂട്ടി. ആ ഒരു ടൈമിനകത്ത് വെച്ച് ഞാൻ 3 കപ്പ് കോഫി എങ്കിലും കുടിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ ഒരു കോഫി, ഉച്ചയ്ക്ക് ലഞ്ച് കഴിയുമ്പോൾ ഒരു കോഫി, ഈവനിങ് ടൈമിൽ ഒരു 6 മണിയാകുമ്പോൾ വീണ്ടും ഒരു കോഫി. അതിൽ സ്വീറ്റ്നർ ഇട്ടാണ് കുടിക്കാറ്, ഞാൻ ഷുഗർ ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഉള്ളപ്പോൾ ചായ നല്ല എൻജോയ് ചെയ്യാൻ കുടിക്കും. ആകെ മധുരം ചേർത്ത് കുടിക്കുന്നൊരു പാനീയമാണ് കേട്ടോ ഇത്. ചേട്ടായാണല്ലോ ചായ ഉണ്ടാക്കാറ്. അപ്പം വിത്ത് ഷുഗർ, വിത്തൗട്ട് ഷുഗർ, ഇങ്ങനെയൊക്കെ ചായക്കടയിൽ പോലെ ഉണ്ടാക്കാനായിട്ട് ചേട്ടായിക്ക് പറ്റില്ല. അതാണ്. എന്തായാലും എഗ് ആൻഡ് ടീ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷനായിരുന്നു. എനിക്കും അക്കുവിനും ഐറിഷ് ഡിന്നർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഓഫുള്ളപ്പോഴൊക്കെ ഞാനത് ഉണ്ടാക്കാറുണ്ട്. ഐറിഷുകാർ ലഞ്ചിനെയാണ് കേട്ടോ ഡിന്നർ എന്ന് പറയുന്നത്. ഞാനങ്ങനെ മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കി, റോസ്റ്റ് ചിക്കൻ ഉണ്ടാക്കാൻ സീസണിങ് ഒക്കെ ചെയ്ത് ബട്ടറൊക്കെ പുരട്ടി ഓവനിലേക്ക് വെച്ചു. അത് കഴിഞ്ഞ് വീടൊക്കെ തൂത്ത് ഉപ്പുവെള്ളത്തിൽ സർഫസ് ക്ലീനർ മിക്സ് ചെയ്ത് തറയൊക്കെ തുടച്ചു. ഇത് ഇപ്പോൾ എൻ്റെ ഒരു ഓഫ് റുട്ടീനാണ് കേട്ടോ. തറയൊക്കെ തുടച്ച് കഴിഞ്ഞ്
മോപ്പ് ഹെഡും കിച്ചൺ മാറ്റും ഒക്കെ ക്യുക്ക് വാഷിന് ഇട്ടിട്ട് ഞാൻ കിച്ചണിൽ വന്ന് ഫോൺ എടുത്ത് വാച്ച് ലൈറ്ററിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോസൊക്കെ കണ്ടിന്യൂ ചെയ്ത് കാണാൻ തുടങ്ങി. കുക്കിംഗ് ടൈമിലും ക്ലീനിങ് ടൈമിലും ഇത് ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കറിൽ കണക്ട് ചെയ്ത് കേൾക്കുമായിരുന്നു കേട്ടോ. കാരണം മുറികളിലൊക്കെ പോകുമ്പോൾ ഈ ഫോൺ കൊണ്ടുപോയാൽ ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫോൺ ചാർജിന് ഇട്ടിട്ട് ബ്ലൂടൂത്ത് സ്പീക്കറിൽ കൈ ഹാങ് ചെയ്തിട്ടിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തതൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്മച്ചി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ്. അമ്മയെ നാട്ടിലോട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തു. പുള്ളിക്കാരി ജോലി സ്ഥലത്താണ്, അവിടെ ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വർക്കേഴ്സിനുള്ള അന്നത്തെ ശമ്പളം കൊടുക്കുമായിരുന്നു. അപ്പോൾ വിളിച്ചത് ഒരു സന്തോഷ വാർത്ത പറയാനാണ്. ഇങ്ങനെ ഞാൻ എൻ്റെ മോർഗേജ് അഡ്വൈസർ മെയിൽ ചെയ്തിരുന്നു. ബാങ്കിൽ നിന്നും എനിക്ക് ഫൈനൽ അപ്രൂവൽ വന്നു. ഇനി 1.5 മന്ത്സിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് മാറാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം ഡ്യൂട്ടി ആയതുകൊണ്ട് ഇത് അമ്മ എനിക്ക് അറിയിക്കാൻ പറ്റില്ല. അത് പറയാനാണ് വിളിച്ചത്. അല്ലാണ്ട് എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കുന്ന ആളല്ല ഞാൻ. എന്തായാലും ഞങ്ങളെപ്പോലെ അമ്മച്ചിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പുള്ളിക്കാരി സ്പെഷ്യലായിട്ട് ഇതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നാളെ സൺഡേ ജോലിക്ക് പോകണ്ട, സോ നാളെ എനിക്കും ഓഫായതുകൊണ്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ അക്കൂനും എനിക്കും ഐറിഷ് ഡിന്നർ സെർവ് ചെയ്ത് കഴിച്ചു. സിയ അപ്പോൾ കൗച്ചി കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ സിറ്റിംഗ് റൂമിൽ. സിയയ്ക്ക് വേണ്ടി ചോറും പയറുതോരൻ വെച്ചതും സാൽമൺ ഫിഷ് കറിയും ടൈനി പീസ് ഓഫ് ചിക്കനും ഞാൻ ചിക്കൻ റോസ്റ്റിൽ നിന്ന് എടുത്തിട്ട് അത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തു. സിയ ഇപ്പോഴും ചെയ്യാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അതുകൊണ്ടും പിന്നെ ഞാനും ചേട്ടായും കുറച്ച് ലേസി ആയതുകൊണ്ടും മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യൽ ഞങ്ങൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഇത് കുഞ്ഞ് ബ്ലൂ ബൗളിലോട്ട് ഞാൻ എടുത്തു വെച്ചു ഉണരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്ത് ഞാൻ വാഷ്റൂം പോയി വരുമ്പോഴേക്ക് സിയ ഉണർന്നിരുന്നു. അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ കൗച്ചിൽ അക്കുവിൻ്റെ അടുത്തിരുന്ന് എൻ്റെ പുതിയ ബുക്ക് ഗേൾ ക്രഷ്, ഇത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ മെൻഷൻ ചെയ്തില്ലേ, ഞാൻ വാങ്ങിച്ചിട്ട് ഇതുവരെ അത് വായിച്ചില്ലായിരുന്നു. അപ്പോൾ എനിവേ ഇന്നലെ 4 PM to 4:45 വരെ ഞാൻ ഇന്നലെ ഇത് വായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കാമെന്ന് വെച്ച് എടുത്തിട്ട് 6 PM വരെ സ്ക്രോൾ ചെയ്തു. എന്നിട്ട് ടൈം കളഞ്ഞൊന്ന് സ്വയം എന്നെ കുറേ തെറിയൊക്കെ വിളിച്ചിട്ട് ഞാൻ താഴെ പോയി എക്സസൈസ് ചെയ്തു. എനിക്ക് ഫാറ്റ് പണ്ടേ കൂടുതലാണ്. ഒരു കൊറിയൻ ലേഡിയുടെ എക്സസൈസ് ഞാൻ 2021 ചെയ്തപ്പം നല്ല മാറ്റം ഉണ്ടായിരുന്നു. സോ അതിപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ ഓഫുള്ള 4 ഡേയ്സും ഞാൻ മുടങ്ങാണ്ട് എക്സസൈസ് ചെയ്യാൻ ട്രൈ ചെയ്യും കേട്ടോ. 3 ഡേയ്സ് ഡ്യൂട്ടി, 4 ഡേയ്സ് ഓഫ്, അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ റൂട്ടീൻ. അപ്പം 3 ഡേയ്സ് കണ്ടിന്യൂസ് അല്ല, മേ ബി ചിലപ്പോൾ ഒരു ദിവസം ഡ്യൂട്ടി ആണെങ്കിൽ 2 ദിവസം ഓഫ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി, അല്ലെങ്കിൽ 2 ദിവസം ഡ്യൂട്ടി ആണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും 3 ഡേയ്സ് എന്ന് വെച്ചാൽ ആ വീക്കിൽ 3 ദിവസം ഡ്യൂട്ടി അങ്ങനെ. സോ ബാക്കി 4 ദിവസം ഓഫ് ഉള്ളപ്പം ഞാൻ 2 സെറ്റ് എക്സസൈസ് ചെയ്യും കേട്ടോ, ആം വർക്കൗട്ട്. പിന്നെ ഡ്യൂട്ടി ഉള്ളപ്പോൾ മോർണിംഗ് ഉണർന്ന് ചെയ്യാമെന്ന് വെച്ചാൽ നേരത്തെ ഉണരാൻ ഭയങ്കര മടിയാണ്. ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല. 7 AM അലാം ഓഫ് ചെയ്ത് 7:09 വീണ്ടും അടുത്തത് വെച്ചാണ് ഞാൻ ഉണർന്ന് റെഡിയായിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ അതിൽ
ചേട്ടായി ഡോറ് തുറക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. പിന്നെ ഞാൻ വന്നിരുന്ന് ജേണൽ എഴുതാൻ തുടങ്ങി. ഈ ടൈം കൊണ്ട് ചേട്ടായി കിച്ചണിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കിച്ചണിൽ നിന്നുള്ള കിളിവാതിലുണ്ട്, അതിലൂടെ എനിക്ക് കാണാം ചേട്ടായി കഴിക്കുന്നത്. ആ കിളിവാതിലിന് ഓപ്പോസിറ്റ് സിറ്റിംഗ് റൂമിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് കേട്ടോ ഞാൻ ഈ ജേണൽ എഴുതുന്നത്. ചേട്ടായി കഴിച്ചെണീറ്റ്